ഇത് വാൽനട്ട് ട്രീ ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഫേമസ് കശ്മീരി ഡിഷായ വസ്വാൻ കഴിക്കാനായിട്ടാണ്. വസ്വാൻ താലിയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഈ കാണിക്കുന്നത് ഒരു പായം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ്. ഗുൽമർഗ് ശ്രീനഗർ റോഡിലാണ്. അപ്പോൾ നമ്മൾ ഗുൽമർഗിൽ ലാസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സ്നോയിലാകെ എക്സ്പ്ലോർ ചെയ്തതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ അതുപോലെ നല്ലോണം വിശക്കുന്നുണ്ട്. ഏകദേശം 3-4 മണി ആയായിരുന്നു നമ്മളിവിടെ എത്തുമ്പോൾ. അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഹെവി ആയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വസ്വാൻ ചൂസ് ചെയ്തത്. നമ്മളിത് ഓർഡർ ചെയ്യാൻ പോവാണ് ഗൈസ്, നമ്മുടെ വസ്വാൻ താലി. ആദ്യം വന്നത് ഇതാണ്. കശ്മീരിലെ ട്രഡീഷണൽ ഡിഷാണ് വസ്വാൻ. അവരുടെ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ ഈ ഒരു വസ്വാനാണ് അവർ സെർവ് ചെയ്യുന്നത്. നമ്മുടെ നോർമൽ റൈസ് വസ്വാൻ താലി എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഡിഷസ് ഉണ്ട്. അതിൽ തന്നെ വെജുണ്ട്, നോൺ വെജ് ഉണ്ട്. മെയിൻലി ഇവർ മട്ടൻ കബാബ് രൂപത്തിലാണ് മീറ്റൊക്കെ കഴിക്കുന്നത്. ചിക്കൻ കബാബുണ്ട്, മട്ടൻ കബാബുണ്ട്, ലാമ്പുണ്ട്, അതുപോലെ കുറേ കാര്യങ്ങളും. പിന്നെ വെജ് ഓപ്ഷനായ പനീറും ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നൊരു പ്ലേറ്ററാണ് ഈ വസ്വാൻ താലി പറയുന്നത്. അതിൽ റൈസ് ഉണ്ട്, അതുപോലെ കുറച്ച് ലീഫുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. പിന്നെ 4 ടൈപ്പ് ഓഫ് ഗ്രേവി ടൈപ്പ് നമുക്ക് തന്നത്. അതിൽ ഒരെണ്ണം നമുക്ക് കഴിച്ചപ്പോൾ ശരിക്കും മോരുകറി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് കേർഡൊക്കെ യൂസ് ചെയ്തിട്ട് എന്തോ ഒരു നമ്മുടെ മോരുകറി പോലെ തോന്നും. ഞാനങ്ങനെ മട്ടൺ ഫാനല്ല, എനിക്കെല്ലാം ചിക്കൻ. അപ്പോൾ ഞാൻ ചിക്കൻ കബാബും ചിക്കൻ്റെ കാര്യങ്ങളും ഞാൻ കഴിക്കുവാണ്, മട്ടനും ലാമ്പൂക്കൊക്കെ കഴിക്കുവാണ്. എന്തായാലും ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. കാശ്മീരിൽ പോകുന്നവരും വസ്വാൻ കഴിക്കാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒറ്റ തവണ ട്രൈ ചെയ്യുക. അതൊരു മസ്റ്റാണ്. അവിടെ പോകുമ്പോൾ നമ്മളത് എന്തായാലും കഴിക്കുക. നല്ലൊരു റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്ത് കഴിക്കാം. ലോക്കലായിട്ടുള്ളത് തന്നെയാണ് നല്ലത്, പക്ഷേ നല്ല ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് സ്പോട്ടിൽ നിന്ന് തന്നെ കഴിക്കാം. അപ്പോൾ നല്ലോണം ഇഷ്ടമാവും. നല്ല ഏകദേശം നമ്മൾ ഫുൾ കാലിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ റൊട്ടി അവർ സെർവ് ചെയ്യും. നമ്മൾ കയറിയ ഈ റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കാണ്. ഏകദേശം 4 മണിയൊക്കെ ആയിട്ട് പോലും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്ത ആളെ നമുക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. പക്ഷേ റെസ്റ്റോറൻറ്റിൽ നല്ല റഷ് ആയതുകൊണ്ട് ആൾ പിന്നെ ഒന്ന് പറഞ്ഞു സോറി പറയാൻ പറ്റിയില്ല. ശരിക്കും ആളും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് ഏതൊക്കെയാണ് ഡിഷസ് എന്ന് അറിയാൻ പറ്റിയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ടൈം നമുക്കവിടെ കിട്ടിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മുടെ ടാക്സി ചേട്ടൻ കൊണ്ടുപോയത് കശ്മീർ സ്യൂട്ട്സ് നമുക്ക് കിട്ടുന്ന ഹോൾസെയിലായിട്ട് കിട്ടുന്ന ഒരു ഷോപ്പിലാണ്. പക്ഷേ അവിടെ നമുക്ക് എന്താ പറയുക, നമ്മൾ കാണുമ്പോൾ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. എംബ്രോയിഡറി വർക്ക്, ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കോസ്റ്റ്ലി ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമാവും, പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ്. നമ്മൾ അവിടെ നിന്ന് ഒറ്റൊരു മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. നമ്മുടെ അൺബോക്സിങ് വീഡിയോസിൽ കാണിക്കും. എന്തായാലും നമ്മൾ ആ ഷോപ്പിൽ കയറിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു മെറ്റീരിയൽ എടുക്കുകയാണ് ചെയ്യുന്നത്. ഷോൾസിനായാലും എല്ലാം അവിടെ നമുക്ക് കുറച്ച് റേറ്റ് ആയിട്ട് തോന്നി. എനിക്കൊന്ന് ലോക്കലി നമ്മൾ ലാൽ ചൗക്കിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ലാൽ ചൗക്കിൽ പോയതൊക്കെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.